കരമാലിന്യ പരിപാലനത്തിനായി എംപാനൽ ചെയ്ത ഏജൻസികൾ. നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യം തരം തിരിച്ച് ഓരോ ഇനം മാലിന്യത്തിനും ഉചിതമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അവയെ ശാസ്ത്രീയമായി സംസ്കരിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം കൈവരിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സഹായിക്കുക എന്നതാണ് ശുചിത്വ മിഷന്റെ പ്രാഥമിക കർത്തവ്യം. പൊതുജന ആരോഗ്യ സംരക്ഷണത്തിനും പാരിസ്ഥിതിക മലിനീകരണം തടയുന്നതിനും കൃത്യമായ മാലിന്യ സംസ്കരണം അത്യന്താപേക്ഷിതമാണ്. ഇതിനായി ശുചിത്വ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ പ്രസക്തി ബോധ്യപ്പെടുത്തുകയും അവർക്ക് ശരിയായ മാലിന്യ സംസ്കരണ രീതികളെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. ശേഖരിക്കപ്പെടുന്ന മാലിന്യങ്ങളിൽ നിന്നും പുനരുപയോഗിക്കാവുന്ന മാലിന്യങ്ങൾ പരമാവധി വേർതിരിച്ചെടുക്കുകയും ബാക്കിയുള്ളവ ശാസ്ത്രീയമായി സംസ്കരിക്കുകയും ചെയ്യുക വഴി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വരുമാനമുണ്ടാക്കാനും കഴിയുന്നതാണ്. മാലിന്യ സംസ്കരണത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിനായി വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടിയ ഏജൻസികളെ ശുചിത്വ മിഷൻ എംപാനൽ ചെയ്തിട്ടുണ്ട്. ജൈവ മാലിന്യം. ജൈവമാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിനായി ബയോബിൻ, ബയോഗ്യാസ് പോലുള്ള ഉപാധികൾ ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായി 194 ഏജൻസികളെ ശുചിത്വ മിഷൻ എംപാനൽ ചെയ്തിട്ടുണ്ട്. ഇവരിൽ നിന്നും ടെൻഡർ മുഖേന ഏജൻസികളെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. കമ്മ്യൂണിറ്റി തലത്തിലുള്ള ജൈവമാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ നിർമ്മാണത്തിനായി 59 ഏജൻസികളെ ശുചിത്വ മിഷൻ എംപാനൽ ചെയ്തിട്ടുണ്ട്. ഇവരിൽ നിന്നും ടെൻഡർ മുഖേന ഏജൻസികളെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കണ്ടെത്താവുന്നതും ആവശ്യമെങ്കിൽ ഇത്തരം സംവിധാനങ്ങളുടെ നടത്തിപ്പും ഈ ഏജൻസികളെ ടെൻഡർ മുഖേന ഏൽപ്പിക്കാവുന്നതുമാണ്. ബയോബിൻ, കമ്മ്യൂണിറ്റി ഇതല കമ്പോസ്റ്റിംഗ് ഫെസിലിറ്റികൾ എന്നിവ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ഇനോക്കുലം വിതരണം ചെയ്യുന്നതിനായി 5 ഏജൻസികളെ ശുചിത്വ മിഷൻ എംപാനൽ ചെയ്തിട്ടുണ്ട്. അവരുടെ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കമ്മ്യൂണിറ്റി തലത്തിലുള്ള പദ്ധതികളുടെ ഫലപ്രദമായ നടത്തിപ്പിനായി ടെൻഡർ ചെയ്യുമ്പോൾ കുറഞ്ഞത് 5 വർഷത്തെ ഒആൻഡം കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. പദ്ധതി DBOT അഥവാ ഡിസൈൻ ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ മോഡലിലാണ് നടപ്പിലാക്കുന്നതെങ്കിൽ അതിനായി എംപാനൽ ചെയ്ത ഏജൻസികളിൽ നിന്ന് ടെൻഡർ മുഖേന ഏജൻസികളെ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഒന്നോ അതിലധികമോ തദ്ദേശ സ്ഥാപനങ്ങൾ സംയോജിപ്പിച്ചോ അല്ലെങ്കിൽ മാലിന്യത്തിന്റെ ഉൽപാദനത്തിന്റെ അളവനുസരിച്ചോ കേന്ദ്രീകൃത CBG പ്ലാന്റുകൾ അഥവാ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റുകൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാവുന്നതാണ്. ഇത്തരം പ്ലാന്റുകൾ വരുമാനദായകമായതിനാൽ ഇവ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഇവ നടപ്പിലാക്കുന്നതിനാവശ്യമായ സാങ്കേതിക സഹായം ശുചിത്വ മിഷൻ വഴി ലഭ്യമാക്കുന്നു. മാർക്കറ്റുകളിൽ നിന്നുള്ള മത്സ്യമാലിന്യത്തിന്റെ സംസ്കരണത്തിനായി അവ ശേഖരിച്ച് തീറ്റയാക്കി മാറ്റുന്ന ഏജൻസിയും ലഭ്യമാണ്. അജൈവ മാലിന്യം. ഹരിതകർമ്മസേന മുഖേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ പുനരുപയോഗിക്കാവുന്നവ റീസൈക്ലിംഗ് പ്ലാന്റുകളിലേക്കും അതിന് കഴിയാത്ത തുകൽ, ചെരുപ്പ്, തെർമോക്കോൾ മുതലായവ സിമന്റ് ഫാക്ടറികളിലേക്ക് അയക്കേണ്ടതാണ്. MCFകളിൽ എത്തുന്ന മാലിന്യങ്ങൾ സമയബന്ധിതമായി തരംതിരിക്കേണ്ടതും മേൽപ്പറഞ്ഞ രീതിയിലുള്ള മാലിന്യ നീക്കം നടക്കേണ്ടതും മാലിന്യം കെട്ടിക്കിടന്ന് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും MCFകളുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിനും അത്യന്താപേക്ഷിതമാണ്. ഇത്തരത്തിലുള്ള ഫോർവേഡ് ലിങ്കേജ് നടപ്പിലാക്കുന്നതിനായി PCB അനുമതിയുള്ള ഗോഡൌൺ സൗകര്യം, GPS ഘടിപ്പിച്ച വാഹന സൗകര്യം, സിമന്റ് ഫാക്ടറിയും റീസൈക്ലിംഗ് ഏജൻസിയുമായുള്ള എഗ്രിമെന്റ് എന്നിവ പരിശോധിച്ച് എംപാനൽ ചെയ്ത 37 ഏജൻസികൾ ലഭ്യമാണ്. ഇവയിൽ നിന്നും ടെൻഡർ മുഖേന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഏജൻസികളെ തിരഞ്ഞെടുക്കാം. ഇത്തരത്തിൽ കരാർ ഏറ്റെടുത്ത ഏജൻസികൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ പുനരുപയോഗവും നിർമ്മാർജ്ജനവും കാര്യക്ഷമമായി ചെയ്യുന്നുവെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. സാനിറ്ററി വേസ്റ്റ്. സാനിറ്ററി പാഡ്, ഡയപ്പറുകൾ, വീടുകളിൽ നിന്നുള്ള ബയോമെഡിക്കൽ വേസ്റ്റ് എന്നിവ സുരക്ഷിതമായി ശേഖരിച്ച് സംസ്കരിക്കുന്നതിനായി ഇത്തരം മാലിന്യങ്ങൾ ശേഖരിച്ച് പൊതുമേഖലാ സ്ഥാപനമായ കീഴിലേക്ക് എത്തിക്കുന്ന അംഗീകൃത ഏജൻസികൾക്ക് കൈമാറുകയോ സാനിറ്ററി ഇൻസിനറേറ്ററുകൾ മുഖേന സംസ്കരിക്കുകയോ ചെയ്യേണ്ടതാണ്. ഇതിനായി ഇവ ശേഖരിക്കുന്ന ഏജൻസികളെയും ഇൻസ്റ്റിറ്റ്യൂഷണൽ തലത്തിലും കമ്മ്യൂണിറ്റി തലത്തിലും ഇൻസിനറേറ്ററുകൾ നിർമ്മിക്കുന്ന ഏജൻസികളെയും ശുചിത്വ മിഷൻ എംപാനൽ ചെയ്തിട്ടുണ്ട്. വേസ്റ്റ്. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഹരിതകർമ്മസേന മുഖേന ശേഖരിക്കുന്ന ഈ മാലിന്യങ്ങൾ ശുചിത്വ മിഷൻ എംപാനൽ ചെയ്ത ഏജൻസികൾ മുഖേന ശാസ്ത്രീയമായി സംസ്കരിക്കേണ്ടതാണ്. ഇത്തരം മാലിന്യങ്ങൾ അശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നത് മണ്ണ്, ജലം എന്നിവയിൽ ആപത്കരമായ ലോഹങ്ങൾ കലരുന്നതിനു ഇടയാക്കുന്നതിനാൽ ഇവ ഗൗരവപൂർവ്വം കൈകാര്യം ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്തുക. തുണി മാലിന്യം. ശേഖരിക്കപ്പെടുന്ന തുണിമാലിന്യങ്ങൾ അപ്സൈക്ലിംഗ് ചെയ്ത് മറ്റു ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനായി അംഗീകൃത ഏജൻസികൾക്ക് കൈമാറുന്നത് വഴി പുനരുപയോഗം പരമാവധി സാധ്യമാക്കപ്പെടുന്നു. മുടിമാലിന്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള ബാർബർ ഷോപ്പുകൾ, സലൂണുകൾ, ബ്യൂട്ടി പാർലറുകൾ എന്നിവിടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മുടി മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കപ്പെടുന്നു എന്നത് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇവ സംസ്കരിച്ച് വളമാക്കി മാറ്റുന്ന ഏജൻസികളെ ശുചിത്വ മിഷൻ എംപാനൽ ചെയ്തിട്ടുണ്ട്. അവരുടെ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. PPP പദ്ധതികൾ. പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതികൾ അഥവാ PPP പദ്ധതികൾ എന്നത്
സ്വകാര്യ നിക്ഷേപത്തോടുകൂടി നടപ്പിലാക്കുന്ന പദ്ധതികളാണ്. മാലിന്യ സംസ്കരണ രംഗത്ത് ഇത്തരം പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുന്നത് വഴി പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മികച്ച സംസ്കരണ സംവിധാനങ്ങൾ സ്വകാര്യ നിക്ഷേപകരുടെ പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കാൻ സാധിക്കും. ഇവയിലൂടെ സ്വകാര്യ സംരംഭകരുടെ അനുഭവസമ്പത്തും സാങ്കേതിക വിദ്യകളിലുള്ള പരിചയസമ്പത്തും പ്രയോജനപ്പെടുത്താൻ കഴിയും. ഇത്തരം പദ്ധതികളുടെ സാമ്പത്തിക പ്രവർത്തനക്ഷമത ഉറപ്പാക്കുന്നതിനും ടെൻഡറിംഗ് പ്രക്രിയ കൈകാര്യം ചെയ്യുന്നതിനും ശുചിത്വ മിഷൻ സാങ്കേതിക സഹായം നൽകുന്നു. മാലിന്യ സംസ്കരണ രംഗത്തുള്ള പ്രവർത്തനങ്ങൾക്കായി തിരഞ്ഞെടുക്കുന്ന എംപാനൽഡ് ഏജൻസികൾ പദ്ധതിയുടെ ആവശ്യങ്ങൾ കൃത്യമായി പാലിക്കുകയും മാലിന്യങ്ങൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഉറപ്പുവരുത്തേണ്ടതാണ്. ശുചിത്വ മിഷൻ മുഖേന എംപാനൽ ചെയ്തിട്ടുള്ള ഏജൻസികൾ ഉപാധികളുടെ വിതരണത്തിലോ സർവീസ് നൽകുന്നതിലോ എന്തെങ്കിലും വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ ആയത് ശുചിത്വ മിഷനെ അറിയിക്കേണ്ടതാണ്. എംപാനൽ ചെയ്ത ഏജൻസികളുടെ വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇത്തരത്തിൽ മാലിന്യ സംസ്കരണ മേഖലയിൽ പ്രാവീണ്യമുള്ള സ്വകാര്യ ഏജൻസികളെ കൂടി ഉൾപ്പെടുത്തി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ശാസ്ത്രീയ സംവിധാനങ്ങൾ ഈ മേഖലയിൽ നിർമ്മിക്കാനും പ്രവർത്തിപ്പിക്കാനും കഴിയുന്നു. ഇത്തരത്തിൽ കൂട്ടായി പ്രവർത്തിച്ച് നമുക്ക് കേരളത്തെ മാലിന്യമുക്തമാക്കാം.